ഹലോ ഗൈസ്, നമ്മുടെ കല്യാണീൻ്റെ ഒരു റിലേറ്റഡ് വീഡിയോ ഞാനിപ്പോൾ അടുത്തിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോൻ്റെ താഴെ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് നെറ്റൊക്കെ ഓൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു കമൻറ്റ് വന്നു. ആ കമൻറ്റ് ഞാനിവിടെ കൊടുക്കാം. പുള്ളിക്കാരൻ എന്നോട് ആവശ്യപ്പെടുന്നത് എന്നോട് കമ്പിയായി വീഡിയോ ചെയ്യുക, കുറച്ച് കാണിച്ച് എക്സ്പോസ് ചെയ്ത് വീഡിയോ ചെയ്യാനാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഞാൻ അതിൻ്റെ താഴെ കൊടുത്ത കമൻറ്റാണിത്. ഈ കമൻറ്റ് കണ്ട് കുറച്ച് കഴിഞ്ഞ സമയത്താണ് ഞാൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അപ്പം ഈ പുള്ളിക്കാരൻ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് പിന്നെ ഇൻസ്റ്റയിൽ വലിയ ഒരുപാട് ഫോളോവേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡെയിലി നോക്കും. അപ്പം ഞാൻ അതിൽ ഇങ്ങനെ ഒരു പരിപാടി കണ്ടു. ആ പുള്ളിക്കാരൻ ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ വലിയ മൈൻഡ് ആക്കി എടുത്തില്ല. കാരണം സൊസൈറ്റി ഇങ്ങനെയാണല്ലോ, ഇതിപ്പോൾ എത്രമാത്രം റിപ്ലൈ കൊടുക്കാൻ മാത്രമൊന്നും ഇല്ലല്ലോ എന്ന് കരുതി ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി അയക്കൊരു മറുപടി ഒന്നും കൊടുത്തില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ആലോചിച്ച സമയത്ത് എനിക്ക് ഇങ്ങനെ റിഗ്രറ്റ് അടിച്ചു, എന്തെങ്കിലും ഒന്ന് പറയാമായിരുന്നു എന്ന്. എന്നിട്ട് ഞാൻ പോയി ആദ്യം യൂട്യൂബിലെ കമൻറ്റ് നോക്കിയ സമയത്ത് പുള്ളി അത് ഡിലീറ്റ് ചെയ്തു. പക്ഷെ ഞാനത് ഭാഗ്യത്തിന് ഞാൻ ആ റിപ്ലൈ കൊടുത്ത സമയത്ത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഞാൻ യൂട്യൂബിലെ സംഭവം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇൻസ്റ്റയിലെ മെസ്സേജ് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ പറ്റിയില്ല. ഞാൻ പോയി നോക്കിയപ്പോൾ അത് അൺസെൻഡ് അടിച്ചിട്ടുണ്ട്. ഓക്കെ ഫൈൻ, എന്നാൽ പിന്നെ പോട്ടെ എന്ന് കരുതി ഞാൻ അയാളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുന്നില്ല ഇവിടെ. കാരണം അയാൾ പറഞ്ഞതിൽ കുറച്ചൊക്കെ റിയാലിറ്റി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ സ്ലീവ്ലെസ് ഇടുന്ന ഒരാളാണ്, പിന്നെ ഞാൻ ട്രൗസേഴ്സ് കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യുന്ന ആളാണ്. അങ്ങനെ നമ്മൾ സാധാരണ ഇപ്പോഴത്തെ ഈ ഒരു യൂത്ത് ഇടുന്ന ടൈപ്പ് ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്പോസ് ചെയ്ത് കമ്പിയായിട്ട് കാണിച്ച് വീഡിയോ ഇടുക എന്നൊരാൾ ഓപ്പണായിട്ട് വന്നിരുന്ന് പറയുന്ന സമയത്ത് കേരളത്തിലെ ആണുങ്ങളുടെ ലൈംഗിക ദാരിദ്ര്യം വ്യക്തമായിട്ട് മനസ്സിലാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു സംഭവം കേരളത്തിലെ ആണുങ്ങളുടെ ലൈംഗിക ദാരിദ്ര്യം മുതലെടുത്തിട്ട് റീച്ച് ഉണ്ടാക്കുന്ന ഒരുപാട് പേര് ഇൻസ്റ്റ, ഫേസ്ബുക്ക്, യൂട്യൂബ് അങ്ങനെയുണ്ട്. അയാൾ അങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടായിരിക്കാം. ആ ഒരു രീതിയിലാണ് അയാൾ എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ വന്നിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പം ഞാൻ അയാളുടെ ഭാഗത്തുനിന്ന് ഒരു കാര്യമാണ് ചോദിക്കണമെന്ന് കരുതിയ ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ വീട്ടിൽ സ്ത്രീകൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിലെ അമ്മേനോടോ ഭാര്യനോടോ പെങ്ങളോടോ മക്കളോടോ അയാൾ പറയുമോ, നിങ്ങൾ കുറച്ച് എക്സ്പോസ് ചെയ്ത് കമ്പിയായി നിന്നിട്ട് വീഡിയോ ചെയ്യും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റീച്ച് ഉണ്ടാവും എന്ന് അയാൾ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കും? ഇല്ല, നാട്ടിലെ പെണ്ണുങ്ങളുടെ അടുത്തല്ലേ ഇത് നടക്കുള്ളൂ. അതൊരു ഫേക്ക് ID വന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രോബ്ലം സോൾവ് ആയി. ഒരു ഫേക്ക് ഇൻസ്റ്റ ID വന്നിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി. പക്ഷേ ഇതിൽ അയാൾ പറഞ്ഞതിൽ ഒരു 98% സത്യമുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് സ്ത്രീകൾ അത്തരത്തിൽ വീഡിയോ ഇവിടെ കാണിച്ചിട്ട് അല്ലെങ്കിൽ കാണിച്ചിട്ടൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, നമുക്കറിയാം. അങ്ങനെയുള്ള ആളുകളുടെ വീഡിയോസ് കാണാനും സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാട് പേരാണ്. അയാൾ നോക്കിയ സമയത്ത് എൻ്റെ ചാനലിന് സബ്സ്ക്രൈബേഴ്സും കുറവാണ്, എൻ്റെ വീഡിയോയ്ക്ക് റീച്ചും കുറവാണ്. നോർമലി ഞാനിടുന്ന വീഡിയോ ഒരു 3K 2Kൻ്റെ ഉള്ളിൽ പോവാറില്ല. അത്രയ്ക്ക് അടുപ്പിച്ചല്ലോ, അതും ദിവസങ്ങളോളം എടുത്തിട്ടേ അത്ര എത്താറുള്ളൂ. അയാൾ നോക്കിയപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് റീച്ചില്ല. അപ്പോൾ അയാൾ എനിക്ക് പറഞ്ഞു തന്നൊരു ടിപ്പാണത്. ഓക്കെ, എനിക്ക് പറഞ്ഞു തന്നൊരു ടിപ്പ്. കാരണം കേരളത്തിലെ സ്ത്രീകൾ ഇപ്പോൾ പെട്ടെന്ന് റീച്ച് ആവാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന കോപ്രായം അതായതുകൊണ്ടാണ് അയാൾ റീച്ചില്ലാത്ത സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ടിപ്സും കൊണ്ട് നടക്കുന്നത്. മറ്റു പലരും മനസ്സിൽ വിചാരിച്ച കാര്യമായിരിക്കും ഇയാൾ ഇപ്പോൾ ഓപ്പണായിട്ട് ഒന്ന് കമൻറ്റ് ഇട്ടത്, അല്ലേ? അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ എക്സ്പോസ് ചെയ്ത് വീഡിയോ ഇട്ടിട്ട് നിങ്ങളെ റീച്ച് കൂട്ടാൻ വേണ്ടി പറ്റും. പക്ഷേ എൻ്റെ ഉദ്ദേശം എക്സ്പോസ് ചെയ്ത് റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഞാൻ ചെയ്യുന്ന കണ്ടന്റിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എൻ്റെ കയ്യിൽ സ്ലീവ്ലെസ് ഡ്രസ്സുകളുണ്ട്, അത്യാവശ്യം എക്സ്പോസ് ആക്കാൻ പറ്റുന്ന തുണികളൊക്കെ ഉണ്ടാവും. ഞാനത് വേണമെങ്കിൽ ഇട്ട് വന്നിട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ 10, 15, 20 ദിവസത്തിനുള്ളിൽ ചിലപ്പം റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അങ്ങനെ ഒരു റീച്ച് കിട്ടിയിട്ട് കാര്യമില്ല. ഞാൻ വെയിറ്റ് ചെയ്യാണ്. എനിക്ക് ഞാനിടുന്ന വീഡിയോൻ്റെ ക്വാളിറ്റി, എൻ്റെ സംസാരം ഇഷ്ടപ്പെട്ട്, എൻ്റെ അവതരണം ഇഷ്ടപ്പെട്ട് അങ്ങനെ എനിക്ക് ഉണ്ടാകുന്ന റീച്ചും സബ്സ്ക്രൈബേഴ്സും മാത്രം മതി എനിക്ക്. അല്ലാണ്ട് ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്താൽ അറിയാം, ഞാനിടുന്ന വീഡിയോസ് ഫോട്ടോസൊക്കെ ചെക്ക് ചെയ്താൽ അറിയാം ഞാൻ കുറച്ച് മോഡേൺ ഡ്രസ്സ് ഇടുന്ന ഒരാളാണ്. പക്ഷെ അതെനിക്ക് ഒരു റീച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വരുമാന മാർഗത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ എൻ്റെ ക്യാരക്ടറിനെ തന്നെയാണ് മോശമായിട്ട് ചിത്രീകരിക്കുന്നത്. ഇതിലും ഭേദം എന്നാൽ പിന്നെ തുണി അഴിച്ചിട്ട് അങ്ങോട്ട് ഈ പെൺകുട്ടികളൊക്കെ ഈ ലൈവ് പോയിട്ട് എന്ത് പരിപാടി കണ്ടല്ലോ യൂട്യൂബിൽ, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മതിയല്ലോ. അപ്പം നമ്മളെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് റീച്ച് ഉണ്ടാക്കുക, പെട്ടെന്ന് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളൊരു സംഭവം മാത്രമല്ല എന്ന് ആളുകളിലേക്ക് എത്തിക്കുന്നു. അയാളത് പറഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി പെട്ടെന്ന് അത് കണ്ടപ്പോൾ ഒരു ഷോക്കിംഗ്, ഒരു ഹേർട്ടോ. അത് ആൾക്കാർക്ക് ഉണ്ടാവും. നോർമലി കമൻറ്റ് വായിക്കുന്നവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഒരു നെഗറ്റീവ് കണ്ടാലോ, തന്തയ്ക്കുള്ളി കേട്ടാലോ, തെറി കേട്ടാലോ ഒരു ഉരുണ്ടുകയറ്റുണ്ടാവും. സംഭവം എനിക്കത് ഫീൽ ചെയ്തു. ഒരാൾ എന്നോട് പറയാണ്, റീച്ചൊക്കെ കുറവല്ലേ, കുറച്ച് കമ്പിയായിട്ട് എക്സ്പോസ് ചെയ്ത് കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യും, പെട്ടെന്ന് ലൈക്ക് ഉണ്ടാവും. അപ്പോൾ അയാളത് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് സമൂഹം അത് സപ്പോർട്ട് ചെയ്യുന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഫീൽഡിൽ പെട്ടെന്ന് വരുമാനം നേടാൻ പറ്റുള്ളൂ എന്നുള്ളത് മൂന്നാമത്തെ കാര്യം. സോ എൻ്റെ വീഡിയോയിൽ ഞാൻ ആളുകൾക്ക് ശരിയായ രീതിയിൽ എൻ്റെ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായം തേടിക്കൊണ്ട് റീച്ച് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം
ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം ശരീരം പ്രദർശിപ്പിക്കുന്നവരുണ്ട്. ഇപ്പം ചെറിയ മക്കൾ വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാൻ വേണ്ടി പറ്റും. 18 വയസ്സ് പോലും പൂർത്തിയാകാത്ത ഒരുപാട് പെൺകുട്ടികൾ സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് റീച്ച് ഉണ്ടാക്കുക. ഓരോ കമൻറ്റ് അല്ലെങ്കിൽ ഓരോ വൃത്തികെട്ട വേർഡ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അതിന് കമൻറ്റ് കെട്ടിയിട്ട് അതിൽ എന്താണ് റീച്ച് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അതൊന്നും ശാശ്വതമല്ല എന്ന് മാത്രം പറയുന്നു. അപ്പോൾ എനിക്കുണ്ടായ ഒരു കമൻറ്റിൽ തോന്നിയ ചില കാര്യങ്ങൾ, സൊസൈറ്റിയിലെ ചില റിയാലിറ്റികൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ